കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾക്ക് പ്രിയം ചക്കയാണ്. അതിനാൽ കാട്ടിൽ തന്നെ പ്ലാവ് നട്ടുവളർത്താം. തീരുമാനം വനംവകുപ്പ് സതേൺ സർക്കിളിൻ്റെതാണ്. അപ്പോൾ നമുക്കേ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇടണം കേട്ടോ. അത് മരങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇടണ്ട. മരങ്ങളും ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കി നമ്മൾ ഇടണം. നമ്മൾ ഓരോ ഇടുന്ന സ്ഥലത്തിൻ്റെയും GPS നമ്മൾ നോട്ട് ചെയ്യണം. അതായത് കാട്ടിനുള്ളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പരിപാടി. സത്യം പറഞ്ഞാൽ അത് വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. എന്താ കാര്യം? ഇവിടെ എല്ലാം മരങ്ങളുണ്ടെങ്കിലും ഈ കാട്ടിനുള്ളിൽ കുറേ ഓപ്പൺ ഏരിയാസ് ഉണ്ട്. നല്ല റിസർവ് ആണെങ്കിൽ പോലും ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ മരം ഉണ്ടായിരുന്നു. ഈ കാറ്റത്തും മഴയത്തും ഒക്കെ ഒടിഞ്ഞു വീണ് പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ വനശോഷണം സംഭവിച്ച സ്ഥലങ്ങളുണ്ടല്ലോ അവിടത്തേക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഇത് തിരയുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് പ്ലാവാണ്. ഈ ചക്ക എടുക്കാനായിട്ട് വരുന്നത്. ഇവർക്ക് ഭക്ഷണം കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ വനത്തിനകത്ത് തന്നെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പറ്റും. ചാണകവും ചെളിയും ഒക്കെ ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിത്ത് വെച്ചിട്ട് അത് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓപ്പൺ ഏരിയയിൽ കൊണ്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. കഴിഞ്ഞോ? എന്നാ അടുത്ത സ്ഥലത്ത് വാ. ഈ മേഖലയിൽ ഫോറസ്റ്റ് കവർ കൂട്ടാൻ വേണ്ടി യമനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകൾ രണ്ട് ടീം ചെയ്ത ഒരു ചെറിയ എഫർട്ടാണ്. ഐ അപ്രീഷിയേറ്റ് മൈ ടീം. പ്ലാവ് മാത്രമല്ല പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും കാട്ടിൽ വളർത്താനാണ് തീരുമാനം. ഭാവിയിലേക്കുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഒരു 1-2 ദിവസത്തേക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, ഭാവിയിലേക്കുള്ള പരിപാടി. വനശോഷണം തടയുക മാത്രമല്ല, വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വനംവകുപ്പ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. വളരെ നല്ല കാര്യമാണ്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ വളരെ നേരത്തെ തുടങ്ങേണ്ടതുമായിരുന്നു. എന്തായാലും ആ ഉദ്യമം തുടങ്ങിയല്ലോ, നല്ല കാര്യം. ആരൊക്കെയാണ്, എന്തൊക്കെ ഇതിന് പിന്നിൽ? ദിവിഷെ, കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയായ അച്ചൻകോവിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു അമ്പനാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷനുമുണ്ട്. ആ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലൊരു ഫോൺ കോൾ വരുന്നു. പ്രദേശവാസിയായിട്ടുള്ളൊരു വ്യക്തിയാണ് വിളിക്കുന്നത്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമെന്നത് ആ വ്യക്തിയുടെ വീടിന് സമീപത്ത് ഒരു കാട്ടാന വന്ന് ശല്യമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ വീടിന് സമീപത്തേക്ക് എത്തുമ്പോൾ ഈ വീട്ടിലെ ഗൃഹനാഥനും ഭാര്യയും 2 കുട്ടികളും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആന ഈ വീടിനോട് ചേർന്ന് തന്നെ, അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിലുള്ള ഒരു ചക്ക നടത്താൻ വേണ്ടി മസ്തകം ഉപയോഗിച്ച് ഈ പ്ലാവിൽ ഇടിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളെയൊക്കെ തന്നെ അവരുടെ ജീപ്പിലേക്ക് കൊണ്ടിരുത്തി ബാക്കി വീട്ടുകാരെയൊക്കെ തന്നെ സുരക്ഷിതരാക്കി. കുറേയേറെ നേരം ഈ ആനയെ ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുകയും പന്തം കൊളുത്തുകയൊക്കെ തന്നെ ചെയ്തു. എന്നാൽ ആന അതൊന്നും പരിഗണിക്കാതെ നിന്ന് തൻ്റെ ലക്ഷ്യം എന്താണോ അത് ആ ചക്ക നടത്തുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് ഒരു വിധത്തിൽ ആ ചക്ക താഴെ വീണു. ആ ചക്ക എടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷം ഈ ജനങ്ങളെയൊക്കെ തന്നെ ഒന്ന് നോക്കിയ ശേഷം തിരിച്ച് ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ തിരിച്ച് മടങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. അതിന് സമാനമായ ഒരു പ്രശ്നം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തും ഉണ്ടായി. അങ്ങനെയൊക്കെ വന്ന സമയത്താണ് ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. പലതരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തിയെങ്കിലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഒരു ശാശ്വതമായ ഒരു പരിഹാരം അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് വനംവകുപ്പിൻ്റെ സതേൺ സർക്കിൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് കാടൊക്കെ ആണെങ്കിൽ പോലും, നിബിഡ വനമാണെങ്കിൽ പോലും പല സ്ഥലങ്ങൾ നമ്മൾ കാടിനകത്തേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കും. നിബിഡ വനമാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ മരങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം നടക്കട്ടെ, തഴച്ചു വളരട്ടെ നമ്മുടെ കാട്ടിൽ ഫലവൃക്ഷങ്ങൾ. അങ്ങനെ മനുഷ്യരും സ്വസ്ഥത കിട്ടട്ടെ.